ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഇറ്റ്സ് മീ അതുല്യ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സസീവ് സ്ക്രീൻ ടൈം അവരെ എങ്ങനെയെല്ലാം ബാധിക്കും, ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അമ്മമാരുടെയും ഒരു കൺസേണാണ്. ഞാനിപ്പോൾ അതിന് ചെറിയ പരിഹാരങ്ങളൊക്കെ കണ്ടുപിടിച്ച് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഏറെക്കുറെ വിജയിച്ചു എന്ന് പറയാവുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഹൗ ടു ചേഞ്ച് മൊബൈൽ അഡിക്ഷൻ ഓഫ് അവർ ചൈൽഡ് എന്ന ഈ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ആവട്ടെ ഇന്നത്തെ ഡിസ്കഷൻ. ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞ ആ ചില ടിപ്സുകളും ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൊറോണ ടൈമിൽ കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകൾ മൊബൈൽ ത്രൂ അല്ലായിരുന്നോ? എന്തെല്ലാം ഇൻഫർമേഷൻസാണ് കുട്ടികൾക്ക് ഈ മൊബൈൽ ത്രൂ ലഭിക്കുന്നത്? അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും അവരുടെ നോളജ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും. അപ്പോൾ ഇതൊരു പ്രോബ്ലം ആണോ? ശരിയാണ്, എല്ലാത്തിനും അതിൻ്റെ മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. ബട്ട് ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു പോയിൻ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലെവൽ, ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രോബ്ലംസാണ്. അതായത് അധികമായാൽ അമൃതം വിഷം എന്ന് നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ കുഞ്ഞു മക്കളെയൊക്കെ കാണുമ്പോൾ പോലും സ്പെക്സ് വെച്ചുകൊണ്ട് നടക്കുന്നത് കുറേ കുഞ്ഞുങ്ങളിലിപ്പോൾ കാണുന്നുണ്ട്, കോമൺ ആണ്. ഇത് ഈ എക്സസീവ് സ്ക്രീൻ ടൈമിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം സിലിണ്ട്രിക്കൽ ആൻഡ് സ്ഫെറിക്കൽ ഇങ്ങനെ രണ്ട് രീതിയിൽ വിഷൻ പ്രോബ്ലംസ് ഉണ്ട്. ഇതിൽ സ്ഫെറിക്കൽ വിഷൻ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത് എക്സസീവ് സ്ക്രീൻ ടൈം പ്രോബ്ലംസാണ്. ഐ സ്ട്രെയിൻ, പുവർ പോസ്ചർ, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഫിസിക്കൽ ആക്ടിവിറ്റിയിലുണ്ടാകുന്ന കുറവുകൾ, ഇതെല്ലാം അവരിൽ വരുന്ന ഹെൽത്ത് കൺസേൺസുകളാണ്. അതായത് ചടഞ്ഞുകൂടി ഒരിടത്തിരുന്ന് ഫോൺ കാണുമ്പോൾ പുവർ പോസ്റ്റേഴ്സ്, ആ ലൈറ്റിംഗ് വഴി അവർക്കുണ്ടാകുന്ന ഉറക്കമില്ലായ്മ, അവർക്ക് അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല, പഴയ പോലെ കുട്ടികൾ കളിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം അവരുടെ ഹെൽത്ത് വൈസ് പ്രോബ്ലംസിന് കാരണങ്ങളാണ്. ഇനി മറ്റു ചില കാര്യങ്ങൾ നോക്കാം. നമ്മുടെ തന്നെ വീടുകളിൽ ചിലർ വരുന്നു, കുട്ടികൾ ഫോണും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിലോ ചിലർ അറിയുക പോലും ഇല്ല, ഇല്ലേ? കാർട്ടൂണുകളാവാം, വീട്ടിലെ ജോലിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഫോൺ അവരിൽ കൊടുക്കുന്നത്. ഈ ഫോണുമായിട്ട് കുട്ടികളിങ്ങനെ മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യും. ഗെയിമാവാം, ചിലപ്പോൾ വല്ല സോങ്സ് ആവാം, അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളായിട്ട് അവർ നിൽക്കും. കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായ സോഷ്യൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി, ഫോക്കസ്, ഇതിനെല്ലാം ഇത് സാരമായി ബാധിക്കും. ഇനി മറ്റൊരു കാര്യം, കുഞ്ഞുങ്ങൾ ടാബുമായിട്ടൊരു സൈഡിൽ, പേരൻസ് ഫോണുമായിട്ട് മറ്റൊരു സൈഡിൽ. ഇതും മിക്ക വീടുകളിലെയും ഒരു കാഴ്ച തന്നെയാണിപ്പോൾ. പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിനെയും ഈ ഫോണിൻ്റെ അമിതമായ ഉപയോഗം ബാധിക്കുന്നുണ്ട്. സ്ട്രോങ്ങർ ബോണ്ട്സ് ബിറ്റ്വീൻ പേരൻ്റ് ആൻഡ് ചൈൽഡ്, മീനിങ് ഇൻ്ററാക്ഷൻസ്, ഇതെല്ലാം മിസ്സാക്കുന്നതിനും ഈ എക്സസീവ് സ്ക്രീൻ ടൈം ഒരു വില്ലനാകുന്നുണ്ട്. എന്നാൽ ഇപ്പം തന്നെ ഇവരുടെ മൊബൈൽ യൂസ് എല്ലാം അങ്ങ് നിർത്തിയേക്കാം എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ടു വളരുന്നത് കൊണ്ടാണോ അതോ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണോ എന്തോ, അവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനൊരു സ്കില്ല് അവരുടെ ബ്ലഡിലുള്ളതുപോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് നമുക്ക് ചില ലിമിറ്റ്സ് സെറ്റ് ചെയ്യാം. അതിന് പേരൻസ് ആദ്യം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. 0 to 2 ഇയേഴ്സിൽ കുഞ്ഞുങ്ങൾക്ക് നോ സ്ക്രീൻ ടൈമാണ്. അവരെ മൊബൈലോ ടി വിയോ കമ്പ്യൂട്ടറോ അങ്ങനെ ഒന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. ഇനി 2 to 5 ഇയേഴ്സ് ആണെങ്കിൽ 1 hour, അത് മാക്സിമമാണ് 1 hour, ലെസ് ദാൻ 1 hour ആയിരിക്കണം. എബോവ് 5 ഇയേഴ്സ് ആണെങ്കിൽ 1 to 2 hours. ഈ 1 to 2 hours കോംപ്രമൈസ് ചെയ്യരുത് മറ്റവരുടെ നീഡ്സിനോടൊന്നും. അതായത് 6 to 8 hours സ്ലീപ്പ്, 1 hour ഫിസിക്കൽ ആക്ടിവിറ്റി, പിന്നെ അവരുടെ സ്കൂൾ ടൈം, ഇതെല്ലാം കൃത്യമായി നടക്കണം. അതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ 1 to 2 hours വരെ അലോ ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ ഡിപ്പെൻഡൻസി ഗൂഗിളിനോട് ഇപ്പോൾ കുട്ടികൾ കാണിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ മോൻ തന്നെ സ്കൂളിൽ ക്ലോക്ക് കൊണ്ട് ചെല്ലുന്ന ആക്ടിവിറ്റി ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അപ്പോൾ ഉടനെ സ്കൂളിൽ നിന്ന് വന്ന് എന്നോട് പറയാം, അമ്മ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം, ക്ലോക്ക് എങ്ങനെയാണ് ഇരിക്കുക, അത് എങ്ങനെയാണ്, എന്തൊക്കെ മോഡൽസ് ഉണ്ടെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ക്ലോക്ക് ഉണ്ടല്ലോ മോൻ, ഇതൊക്കെ ഒന്ന് നോക്ക്, മോഡൽസ് അമ്മ 2-3 എണ്ണം പറഞ്ഞു തരാം, അതിനകത്ത് ഒരെണ്ണം മോൻ ചൂസ് ചെയ്യേ.
അപ്പോൾ അത് മോഡൽസ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഹെക്സഗൺ ഷേപ്പ് അങ്ങനെ ഓരോന്നൊക്കെ അവനോട് നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും പറ്റി. മറ്റേത് സ്പൂൺ ഫീഡിങ് പോലെ ഗൂഗിളിനോട് ചോദിക്കുക, അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമാജിനേഷനോ കുട്ടികളുടെ ആ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനൊരു ദോഷം കൂടി പ്രാക്ടിക്കലി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കുഞ്ഞുങ്ങളിൽ എക്സസീവ് സ്ക്രീൻ ടൈം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങൾ നോക്കാം. ഒന്ന്, സെറ്റ് ക്ലിയർ റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് സ്ക്രീൻ ടൈം കൊടുക്കുക, ലിമിറ്റ്സ് വയ്ക്കുക. അതായത് നമ്മളൊരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നീ ഹോംവർക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നീ ഇത്രയും ഭാഗം പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇത്രയും ആക്ടിവിറ്റി നീ ആ ബുക്കിൽ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് TV കാണാൻ അലോ ചെയ്യാം. ഇങ്ങനെ ഒരു റൂള് വെക്കുക. സെക്കൻഡ് പോയിൻറ്റ്, നമ്മൾ ചില ആൾട്ടർനേറ്റീവ്സ് അവർക്ക് വേണ്ടി കണ്ടെത്തുക. ഇപ്പോൾ ഔട്ട്ഡോർ പ്ലേകളാകാം, അല്ലെങ്കിൽ റീഡിംഗ് ആകാം, എന്തെങ്കിലും ആർട്ടുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ബുക്കുകൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നതാകാം. ഇപ്പം ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ബുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിരുന്നു. അവനത് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെയ്യാൻ. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവരതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മെനക്കെട്ട് അത് നോക്കി അങ്ങനെ ഇരിക്കട്ടെ. അത് കുറച്ച് അവരിലുള്ള കുറച്ച് ഇമാജിനേഷൻസും ക്രിയേറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരാനും സഹായിക്കും എന്നുള്ളതാണ്. തേർഡ് പോയിൻറ്റ്, റോൾ മോഡലിംഗ്. അതായത് ആസ് എ പേരൻറ്റ് നമ്മളൊരു ബാലൻസ്ഡ് മൊബൈൽ യൂസ് വീട്ടിൽ കൊണ്ടുവരിക. അതായത് കുട്ടികളോടൊത്ത് ചിലവഴിക്കുന്ന സമയത്ത് നമ്മളും കംപ്ലീറ്റ് ഫോൺ ഫ്രീ ആവുക. അല്ലെങ്കിൽ ഇപ്പം എപ്പോഴും TV ഇട്ട് കുട്ടികളുമായിട്ടിരുന്ന് കാണുന്നത് അങ്ങനെയല്ലാതെ അവരുമായിട്ട് എന്തെങ്കിലും കളികളോ ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ കാഷ്വൽ ടോക്സോ ഒക്കെ അങ്ങനെ കുറേ സമയം അതിനുകൂടി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് കുറ്റബോധമില്ലാതെ ഫോൺ ഉപയോഗം കുട്ടികളെ കുറയ്ക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു പോയിൻ്റായിട്ട് പറയാം, ക്രിയേറ്റ് ടെക് ഫ്രീ സോൺസ്. അതായത് ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ നമ്മൾ ഫോൺ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കില്ല. അങ്ങനെ നമുക്ക് ഒരു റൂൾ വയ്ക്കാം വീട്ടിൽ. മറ്റൊരു കാര്യം, ഈ സ്ക്രീൻ ടൈം ഉണ്ടല്ലോ, അത് നമുക്കൊരു റിവാർഡ് സിസ്റ്റമായിട്ട് കൊടുക്കാം. ഒരു ടാസ്ക് ചെയ്താൽ നിനക്ക് ഇത്ര ടൈം നിനക്ക് TV കാണാൻ അലോ ചെയ്യാം, അങ്ങനെ കൊടുക്കാം. പക്ഷെ അപ്പോഴും ഒരു ടൈം ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് പോയിൻ്റ്, യൂസ് പേരൻ്റൽ കൺട്രോൾസ്. ഇത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ചില ആപ്പുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈസിൻ്റെ തന്നെ സെറ്റിങ്സ് യൂസ് ചെയ്തിട്ട് കുട്ടികളുടെ യൂസേജിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഗൂഗിൾ ഫാമിലി ലിങ്ക് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഇങ്ങനെയുള്ള ആപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതുപോലെ ബ്ലോക്ക് ചെയ്തിടാം ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ, അല്ലെങ്കിൽ ആപ്പ് യൂസേജ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാം. കുട്ടികളുടെ ആക്ടിവിറ്റി മൊത്തത്തിൽ നമുക്ക് ഫോണിലൊന്ന് നിരീക്ഷിക്കാൻ സാധിക്കും. ഡിവൈസിൽ തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ബിൽറ്റ് ഇൻ ചെയ്തിട്ടുള്ളതാണ്. ആപ്പിളിൽ സ്ക്രീൻ ടൈം, ആൻഡ്രോയിഡിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്നൊക്കെ പറയുന്നത്. അതുപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം. നമ്മളുടെ ആ ഒരു ടെൻഷൻ, ഇപ്പം പേരൻസൊക്കെ ജോലിക്ക് പോവുകയാണ്, കുട്ടികൾ വീട്ടിലാണ്, അവധിയാണ് അവർക്ക് എങ്കിൽ ചിലപ്പോൾ ഫോണൊക്കെ വീട്ടിലുണ്ട് എങ്കിൽ നമുക്ക് അവരുടെ യൂസേജൊക്കെ എങ്ങനെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള ആപ്പുകൾ വഴിയൊക്കെ. എൻ്റെ ഒരു കൊളീഗ് ഷാൻ ചേച്ചി ഇതുപോലെ ഫോണിൽ സെറ്റ് ചെയ്ത് മക്കളുടെ ഫോൺ യൂസൊക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൈം ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളോട് തന്നെ സംസാരിക്കുക, അവർക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ നെഗറ്റീവ്സ്, ഇതിൻ്റെ എക്സസ് സ്ക്രീൻ ടൈം വന്നാൽ അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് കാര്യമായ രീതിയിൽ സംസാരിക്കാം. അതൊരിക്കലും പെട്ടെന്ന് സഡൻ സ്റ്റോപ്പിലേക്ക് എന്നുള്ള രീതിയിലാകരുത്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടോണിൽ ആയിരിക്കണം. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാം, അതുപോലെ പെയിൻറ്റിങ് ചെയ്യാം, അതുപോലെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അവരെ നമുക്ക് ഏർപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെ അവരുടെ ടൈം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്ത് വരികയും ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾ മോർ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.